ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ അല്ലെങ്കിൽ ജയിൽ ഡ്രൈവർ എന്ന എക്സാം നടന്നു. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം നന്നായിട്ട് എഴുതി എന്ന് കരുതുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 30 മാർക്ക്, ഡ്രൈവിംഗ് ടോപ്പിക്ക് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളും അതുമായിട്ട് അനുബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും പറയാനായിട്ടാണ്. കാരണം നമുക്കിനി 26-ാം തീയതി വേരിയസ് ഡ്രൈവറിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ തന്നെ അതിനും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്താക്കാമെന്ന് കരുതി. അപ്പം കുറേ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു, മോക്ക് ടെസ്റ്റ് എന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഇപ്പം 10-15 ദിവസമായല്ലേ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ അവസാനത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തുടർന്ന് മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് ഉണ്ടാകില്ല. അവസാനത്തെ വീഡിയോ 14,000 ആളുകൾ കണ്ടെങ്കിലും 500 ലൈക്ക് സംതിങ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ചെയ്യേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ചോദ്യവും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആ സംഭവങ്ങളും നോക്കാം. ഈ പരീക്ഷ എഴുതാത്തവർ അതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ കരുതിക്കൊള്ളുക. എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ എഴുതി പോരുക. പൊതുവേ ചോദ്യപേപ്പർ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഡ്രൈവർ ടോപ്പിക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊതുവേ കുറേ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷനുകളും ഇന്നത്തെ പരീക്ഷയ്ക്ക് കാണാനായിട്ട് സാധിച്ചു. കുറേ ആളുകളെ എങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ ആ ചോദ്യങ്ങൾ കാണുമ്പോൾ അയ്യോ ഇതൊന്നും നമ്മൾ പഠിക്കാത്തതാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചത് വെച്ച് അതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പം ക്വസ്റ്റ്യനൊക്കെ നല്ലതായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയവർക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്നു. സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ചോദ്യങ്ങൾക്ക് ഡ്രൈവിംഗ് പാർട്ടിലെ. GK ഞാൻ നോക്കിയില്ല, പൊതുവേ കണ്ടിട്ട് ഈസി ആണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരു കോൺട്രാക്റ്റ് ക്യാരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? ഈ കോൺട്രാക്റ്റ് ക്യാരിയേജ് എന്നത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? 5 വർഷമാണ്, അത്രയേ ഉള്ളൂ. കോൺട്രാക്റ്റ് ക്യാരിയേജിന് മാറ്റമുണ്ടോ എന്നൊരു ചിന്ത വന്നാൽ ആ ചോദ്യത്തിന് തെറ്റ് സംഭവിക്കാം. അടുത്ത ചോദ്യം, 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധിയാണ്. നമുക്ക് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 8 എന്നൊരു വർഷമാണ് പ്രധാനം. 8 വർഷത്തിൽ താഴോട്ടുള്ള വാഹനങ്ങൾക്ക് 2 വർഷവും 8 വർഷത്തിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾക്ക് 1 വർഷവുമാണ് ഫിറ്റ്നസ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അത് 8-ൽ താഴെ വരും. അപ്പം 2 വർഷമാണ് കാലാവധി വരുന്നത്. അടുത്ത ചോദ്യം, മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂള് 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതൊരു വെറൈറ്റി ആയിരുന്നു അല്ലേ. റെഗുലേഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റൂൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, അല്ലെ റെഗുലേഷൻ്റെ നമ്പർ ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് പഠിക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു എതിരാളി വന്നിരിക്കുന്നു. ഈ ചോദ്യം നമ്മുടെ റെഗുലേഷൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂളുകളോ മറ്റു റൂളുകളോ നിയമങ്ങളോ പോലെയൊന്നുമല്ല. നമ്മളൊരു ഓർഡറിൽ തന്നിരിക്കുന്നു, അതിനൊരു നമ്പർ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ റെഗുലേഷൻ ഒരു റൂൾ എന്നുള്ള രീതിയിൽ തന്നെ റൂളായിട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പം ഇനി പഠിക്കണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഇനി ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അത് ചോദിച്ചു, പക്ഷേ എന്നിരുന്നാലും അത് ഉണ്ടാവണമെന്നില്ല. കാരണം ഈ ഒരു റെഗുലേഷൻ 40 പഠിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നിങ്ങൾ ആ റെഗുലേഷൻ എടുത്തിട്ട് അതിൻ്റെ ഓരോ റെഗുലേഷനും അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പഠിക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, അല്ലാത്തവർ ഒരിക്കലും ഇത് കണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി ഇങ്ങനെ ഒരു ചോദ്യം ആവർത്തിക്കണമെന്നില്ല. പഠിക്കാൻ സാധിക്കുന്നവർക്ക് പഠിക്കുക കേട്ടോ. അത്രയും കണ്ടൻറ്റ് പഠിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഓൾറെഡി സെക്ഷൻസും റൂൾസും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിക്കേണ്ടവർ പഠിക്കാം കേട്ടോ. നമ്മുടെ 1 മാർക്കാണ്, 1 മാർക്ക് വളരെ പ്രധാനമാണ്. പക്ഷേ റെഗുലേഷനും സെക്ഷനും പഠിക്കുന്ന പോലെയല്ല, റൂള് കാണാതെ പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു റെഗുലേഷനിൽ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയാൻ കാര്യം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ ഇനി നമ്മുടെ ക്ലാസ്സിൽ റൂളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകൾ ഇപ്പം 3 ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ്. അപ്പോൾ അതേപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകൾ മാത്രം തിരഞ്ഞു തരാം, അത് കാണാതെ പഠിക്കുക കേട്ടോ പറ്റുന്നവരെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഗുലേഷൻ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ A ആണ്. മറ്റ് റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഒരു ഡ്രൈവറുടെ കടമയാണ്. എന്താണ് റെഗുലേഷൻ 3 പറയുന്നത്?
മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതോ അവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതോ ആയ രീതിയിൽ ഒരു വാഹനം റോഡിലോ പൊതുസ്ഥലത്തോ ഓടിക്കുകയോ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ അരുത് എന്നാണ് പറയുന്നത്. അതായത് മറ്റ് റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഡ്രൈവറുടെ കടമയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പരസ്പരം കടന്നു പോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറക്കം ഇറങ്ങുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ തൻ്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഒരു ഹിൽ ഡ്രൈവിംഗ് ആണ്. ഒരു കയറ്റം കയറ്റുക അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങി വരിക, ഒരു മല കയറ്റുക, മല ഇറക്കുക, അതേപോലെ ഹിൽ ഡ്രൈവിംഗ് ആണ് വരുന്നത്. റെഗുലേഷനിലെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മല കയറി വരുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കായിരിക്കും എപ്പോഴും റൈറ്റ് ഓഫ് വേ. അപ്പം ഇറങ്ങി വരുന്ന ഡ്രൈവർ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡ്രൈവർ എന്ത് ചെയ്യണം? ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇടതുവശം ചേർന്ന് ഓടിച്ചു പോകണം. ഓടിച്ചു പോകുവാണോ? അല്ല, നിർത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. അതല്ലേ? റൈറ്റ് ഓഫ് വേ എപ്പോഴും കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്കാണ്. ശരിയായ പ്രസ്താവനയാണ്. കയറ്റം കയറി വരുന്ന വാഹനത്തെ നിർത്താൻ ആവശ്യപ്പെട്ട് മുന്നോട്ട് പോവുക, തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. 1ഉം 3ഉം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. അടുത്ത ചോദ്യം, 2 ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ. അതായത് 2 വീലർ അല്ലാത്ത ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് ചെയ്യണം? റെഗുലേഷനിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. 2 വീലർ വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ എന്ത് ചെയ്യണം? നമുക്കത് തള്ളി സൈഡിലോട്ട് നീക്കാൻ പറ്റും. അല്ലാത്ത വാഹനങ്ങളിലാണെങ്കിലോ ഹസാഡസ് വാർണിംഗ് ലൈറ്റുകൾ ഉടൻ തന്നെ പ്രവർത്തിക്കണം. ശരിയാണ്, ഹസാഡസ് വാർണിംഗ് ലൈറ്റ് പ്രവർത്തിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിൻ്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. ശരിയാണ്. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുന്നിലായി റിഫ്ലക്റ്റീവ് ട്രയാങ്കിൾ വാർണിംഗ് വെച്ചിരിക്കണം. ശരിയാണ്. അപ്പോൾ എന്താണ്? മുകളിൽ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതെല്ലാം റെഗുലേഷനിൽ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കറക്റ്റ് ആ സെൻറ്റൻസുകൾ തന്നെയാണ്. റെഗുലേഷൻ കോപ്പി പേസ്റ്റ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. അടുത്തത്, കേരളത്തിലെ 4 വരി അല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ, ശ്രദ്ധിക്കുക, 4 വരി അല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴേ നമ്മൾ ആദ്യം നോക്കണം ഏത് റോഡാണ് 4 വരി അല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകൾ. അതായത് മറ്റ് ജില്ലാ റോഡുകളും മറ്റ് സ്റ്റേറ്റ് ഹൈവേ വരുന്ന ആ ഒരു ടേബിളിൽ വരുന്നതാണ്. വാഹനം ഏതാണെന്ന് നോക്കണം. ചരക്ക് വാഹനമാണ്. N കാറ്റഗറി വാഹനങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് പറയുന്നത് നമ്മുടെ ടേബിളിൽ 65 കിലോമീറ്ററാണ് സ്പീഡ് പറയുന്നത്. 65 കിലോമീറ്ററാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ടേബിൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കുക. ഒരു ചോദ്യമെങ്കിലും മിനിമം ഉണ്ടാവും. അടുത്ത ചോദ്യം, ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം, അതിനെ നമ്മൾ എന്ത് പറയും? മൊത്ത വാഹന ഭാരം അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ ഭാരം എന്ന് പറയാം. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ലോഡ് ഉൾപ്പെടെ വാഹനത്തിൻ്റെ മൊത്തം അനുവദനീയമായ ഭാരം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. പിന്നെ കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ളൊരു ടേം ലാഡൻ ഭാരം എന്ന് പറഞ്ഞാലും വാഹനത്തിൻ്റെ ഭാരം ഉൾപ്പെടെ അതിൻ്റെ ലോഡിൻ്റെ ഭാരമാണ്. അതിൽ കയറ്റിയേക്കുന്ന ലോഡും വാഹനവും കൂടെ തൂക്കിയാൽ എത്ര കിലോ ഉണ്ടോ അതിനെ നമുക്ക് ലാഡൻ ഭാരം എന്ന് പറയാം. പക്ഷേ ഇവിടെ ചോദ്യത്തിൽ നോക്കിക്കേ, അനുവദനീയമായ ഭാരം, ഏറ്റവും മാക്സിമം പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം അനുവദനീയമായിരിക്കുന്ന നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ടേം ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് GVW അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ ഭാരമാണ്. അപ്പോൾ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഉത്തരം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഞാനും ഇപ്പോൾ ഒരു കുറച്ച് ടൈമിനുള്ളിൽ പെട്ടെന്ന് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം നോക്കി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ എനിക്ക് പരിമിതമായിട്ട് അറിവുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഉത്തരങ്ങൾ പറയുന്നത്. പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ പറയുമ്പം തെറ്റുകൾ സംഭവിക്കാം.
അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാനപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത്, റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? എപ്പോഴും ചോദിക്കുന്നതാണ്. 24 മണിക്കൂറാണ് ശരിയായിട്ടുള്ള ആൻസർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? ഏതാണ്? സീബ്ര ലൈനിന് മുമ്പ്, സ്റ്റോപ്പ് ലൈനിന് മുമ്പ്, ഷോൾഡറിൽ, സീബ്ര ലൈനിന് ശേഷം. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് സ്റ്റോപ്പ് ലൈനിന് മുമ്പിലാണ്. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ അല്ലെങ്കിൽ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക എത്രയാണ്? 25,000 രൂപയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 25,000 രൂപ. പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, വാഹനത്തിൽ ഫാസ്റ്റാഗ് പതിക്കേണ്ടത് എവിടെയാണ്? ഫാസ്റ്റാഗ് പതിക്കേണ്ടത് വിൻഡ് സ്ക്രീൻ, ഫ്രണ്ടിലത്തെ വിൻഡ് സ്ക്രീന് അല്ലെങ്കിൽ വിൻഡ് ഷീൽഡ് എന്നും പറയും. ഇനി ചിലപ്പോൾ ഓപ്ഷനിൽ വിൻഡ് ഷീൽഡ് എന്ന് കണ്ടാലും അത് ശരിയാണ്. വിൻഡ് സ്ക്രീൻ അല്ലെങ്കിൽ വിൻഡ് ഷീൽഡിലാണ് ഫാസ്റ്റാഗ് പതിക്കേണ്ടത്. അടുത്ത ചോദ്യം ഒരു വെറൈറ്റി ചോദ്യമായിരുന്നു. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ്? സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഞാൻ പൊതുവേ പറയുവാണ്. സ്പീഡ് ഗവർണർ വേണ്ടാത്ത വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി വാഹനങ്ങൾ. അപ്പം പോലീസ് വരും, ഫയർ വരും, ഫയറെ, പോലീസ്, പിന്നെ അതേപോലെ തന്നെ ആംബുലൻസ്, അതേപോലെ തന്നെ മറ്റ് എമർജൻസി വാഹനങ്ങൾ. അത് കൂടാതെ നമ്മുടെ ക്വാഡ്രി സൈക്കിളിന് വേണ്ട. അത് ക്വാഡ്രി സൈക്കിളിന് എന്താ ആവശ്യമില്ല? സ്പീഡ് ഗവർണർ ആവശ്യമില്ല. സ്പീഡ് കുറഞ്ഞ വാഹനമായതുകൊണ്ട് ക്വാഡ്രി സൈക്കിളിനും ആവശ്യമില്ല. അപ്പോൾ ഈ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി നമ്മുടെ നിയമത്തിൽ ഇത് 4 ഒക്കെയാണ് പറയുന്നത്. പിന്നെ അത് കൂടാതെ 30 കിലോമീറ്ററിൽ താഴെ മാക്സിമം വേഗത വരാത്ത വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പൊതുവേ ഈ ഓപ്ഷൻ നോക്കുമ്പം ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ് ഈ ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം വരാനായിട്ടുള്ള സാധ്യത ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ് ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് വെറൈറ്റി ടേംസ് ഉണ്ട്, അതൊന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷനിൽ കണ്ടോ, ഫയർ ടെൻഡർ ശരിയാണ്, ആംബുലൻസ് ശരിയാണ്. EIB അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാനായിട്ട് വെറുതെ ഒരു ഓപ്ഷൻ ഇട്ടതാവാം. ഇനി അടുത്ത് ഫയർ ടെൻഡർ, ട്രാക്ടർ ട്രെയിലർ, ആംബുലൻസ്. അതിലെ ട്രാക്ടർ ട്രെയിലർ അതിന് വേണമെങ്കിൽ നമ്മുടെ സ്പീഡ് ഗവർണർ ആവശ്യമായി വന്നേക്കാം. അങ്ങനെ പ്രത്യേകിച്ച് വേണ്ടെന്ന് എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് ആ ഓപ്ഷനും നമുക്ക് ഒഴിവാക്കാം. ഇനി അടുത്തത് ഫയർ ടെൻഡർ, ഹെർസസ്, ഡംബർ. ഈ ഹെർസസ് കണ്ട, ഹെർസസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോകണ ആംബുലൻസിൻ്റെ സൈഡിൽ ചില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു വാഹനമില്ലേ, ഹെർസസ്. അതാണ് ഹെർസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവേ അതിനും സ്പീഡ് ഗവർണർ ആവശ്യമില്ല സ്പീഡ് ഗവർണർ ആവശ്യമില്ല, വെക്കാറില്ല. പൊതുവേ ഹെർസസിനും ഒന്നും എന്താണ് വെക്കാറില്ല, സ്പീഡ് ഗവർണർ വെക്കാറില്ല. പക്ഷേ ഡംബർ എന്ന് പറയുന്നത് ഒരു ട്രക്കാണ്. ട്രക്കല്ല, നമ്മുടെ ഒരു JCBയും ഒരു ടിപ്പറും ഒക്കെ കമ്പൈൻ ചെയ്തു വരുന്ന, പൊതുവേ ഇവിടെ നമ്മൾ കാണാറില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഡംബർ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡംബറൊക്കെ ഉണ്ടെങ്കിൽ സ്പീഡ് ഗവർണർ ആവശ്യമായിട്ട് വരും. അപ്പം ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ് ആണ്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ആൻസർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇനി അടുത്തത്, ഒരു മോട്ടോർ വാഹനത്തിൽ നിന്നും പുറപ്പെടുവിപ്പിക്കാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രണം അഗ്രികൾച്ചർ ട്രെയിലറിന് ബാധകമല്ല, ട്രാക്ടറിനും ഹാർവെസ്റ്റർ വാഹനത്തിനും ബാധകമല്ല, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് വാഹനങ്ങൾക്ക് ബാധകമല്ല, എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും ബാധകമാണ്. ശരിയായ ഉത്തരം എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും ബാധകമാണ്. എല്ലാ മോട്ടോർ വാഹനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആ വാഹനത്തിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്ന സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരമാവധി സൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും. അത് പല വാഹനത്തിലും പലതായിരിക്കും. ചിലപ്പം ബൈക്കിനുള്ള ഒരു സൗണ്ടല്ല കാറിന് മാക്സിമം ആയിട്ട് പറയുക. കാറിൻ്റെ സൗണ്ടാണോ നമ്മുടെ കൺസ്ട്രക്ഷൻ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ഹാർവെസ്റ്ററിനോ ട്രാക്ടറിനോ അതിനൊക്കെ സൗണ്ട് കൂടുതലാണ്. അത്രയും സൗണ്ട് ഒരിക്കലും കാറിന് അനുവദിക്കത്തില്ല. പക്ഷേ ട്രാക്ടറിനും അതിൻ്റെ ഒരു പരിധി പറയുന്നുണ്ട്. ആ പരിധി കൂടുതൽ ഒരിക്കലും ട്രാക്ടറിനും വരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എല്ലാ വാഹനത്തിനും നമ്മുടെ ഈ പറയുന്ന ശബ്ദപരിധി നിയന്ത്രണം ബാധകമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്.
ഇനി ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഏതൊക്കെ? ഇതും കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ പല ഓപ്ഷനുകളും നമുക്ക് കണ്ടിട്ടില്ലാത്ത ഓപ്ഷനുകളുണ്ടാകും. അതൊക്കെ എടുത്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. ഈ ബീക്കൺ ലൈറ്റോ ടെക്കോഗ്രാഫോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൂടാതെ മാനോമീറ്റർ, ബാറ്റണെ അതൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ആ ഒരു നിയമത്തിൽ പറയുന്ന 3 സംഭവങ്ങൾ ദേ ഇവിടെ വരുന്നുണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അതേപോലെ തന്നെ എമർജൻസി ഇൻഫർമേഷൻ പാനൽ, പിന്നെ VLTD ഫുൾ ഫോം അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാം. VLTD എന്താണ്? വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. GPS പോലെയുള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അത് നിർബന്ധമായിട്ടും ഈ ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങൾക്ക് വേണം. ഇൻഫർമേഷൻ പാനൽ വേണം, ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണം. അപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ആൻസർ B ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇനി അടുത്തത് ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ക്ലാസ് ലേബലിൻ്റെ വലുപ്പം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് പഠിക്കാനുള്ളതാണ്. 250 mm² ആണ്. 250 mm² ആണ് ക്ലാസ് ലേബലിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. ഈ ചോദ്യം നമ്മുടെ മോക്ക് ടെസ്റ്റിന് നമ്മൾ ആഡ് ചെയ്ത, ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു. നമ്മൾ ആഡ് ചെയ്ത് അതേപടി ചോദിച്ചിട്ടുണ്ട്. കാരണം ഗോൾഡൻ അവറുടെ പകരം ഞാൻ എൻ്റെ ഓപ്ഷനിൽ സുവർണ്ണ മണിക്കൂർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭിക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ് ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ എങ്ങനെ അറിയപ്പെടുന്നു? ഗോൾഡൻ അവർ അല്ലെങ്കിൽ സുവർണ മണിക്കൂർ. നമ്മുടെ മോക്ക് ടെസ്റ്റ് 1 എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് സുവർണ മണിക്കൂർ എന്ന് തന്നെയാണ് ഞാൻ ഓപ്ഷൻ ഉൾപ്പെടുത്തിയത്. അങ്ങനെ വരാനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് ഇത് ശരിയായി കാണും എന്ന് കരുതുന്നു. ഇനി അടുത്തത് ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രമെങ്കിലുമുള്ള സ്വയം പ്രൊപ്പലേഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സെമി ട്രെയിലർ ഘടിപ്പിച്ച വാഹനം അല്ലെങ്കിൽ സെമി ട്രെയിലറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അല്ലേ, ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ഏതാണ്? T ആണ്. T. നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ അറിയാം. M എന്ന് പറയുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനമാണ്. N ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ്. പിന്നെ L5G ആണ്. L ഞാൻ എപ്പോഴും പറഞ്ഞു 2 വീലർ അല്ലെങ്കിൽ ക്വാഡ്രി സൈക്കിള്, ഓട്ടോറിക്ഷ അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ L എന്നുള്ളൊരു കാറ്റഗറി നമ്മൾ പേടിക്കേണ്ടേ കാര്യമില്ല. നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും L കാറ്റഗറി എപ്പോഴും 2 വീലർ, ഓട്ടോ, ക്വാഡ്രി സൈക്കിള് അതേപോലെയുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം T എന്ന കാറ്റഗറിയിലാണ് ഈ പറയുന്ന ട്രെയിലർ പോലെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. സ്ഥിരം ചോദ്യം. 20 വയസ്സാണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. നോൺ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 18 വയസ്സല്ലേ. ഇനി അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം 1A നൽകേണ്ടി വരുന്നത് എപ്പോഴൊക്കെയാണെന്നാണ്. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ ട്രാൻസ്പോർട്ട് വാഹനത്തിനുള്ള ലൈസൻസ് എടുക്കണമെങ്കിലും പുതുക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം? ഈ പറഞ്ഞ 1A ആവശ്യമാണ്. ഇനി അടുത്ത് നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ആദ്യമായി അപേക്ഷിക്കുമ്പോൾ നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ആവശ്യമില്ല, തെറ്റാണ്. അപ്പം അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, അതെ ശരിയാണ്, അപേക്ഷകന് 50 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരിയായിട്ടുള്ള 40 വയസ്സാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉമാണ് ശരി. 1ഉം 3 എന്ന് പറയുമ്പോഴത്തേന് ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് KMVRൽ ആകെപ്പാടെ 4-5 റൂളേ പഠിക്കാനുള്ളൂ. അതിൽ ഒരു റൂളായ റൂള് 19 തന്നെയാണ്. അപ്പോൾ അതെല്ലാം KMVR റൂളൊക്കെ ഫുൾ എല്ലാവരും കാണാതെ പഠിക്കുക. റൂൾ 19ലാണ് അയോഗ്യത, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അയോഗ്യത അതിനെപ്പറ്റി പറയുന്നത്. ഇനി അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതൊക്കെ? വൈപ്പർ ഹാൻഡ് കൺട്രോളാണ്, അത് നമുക്ക് ഉറപ്പാണ് അല്ലേ. ഇനി ആക്സലറേറ്റർ 2 വീലർ ആണെങ്കിൽ നമുക്ക് ഹാൻഡ് കൺട്രോളറായിട്ട് പറയാം. അല്ലാത്ത വാഹനങ്ങളിൽ അത് ലെഗ് കൺട്രോളാണ്, അല്ലെങ്കിൽ കാല് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹാൻഡ് കൺട്രോൾ എന്ന് വെച്ചാൽ കൈ വെച്ച് നമ്മൾ നിയന്ത്രിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ആക്സലറേറ്റർ അതിൽ വരണമെന്നില്ല.
ഫുഡ് ബ്രേക്ക്, ഹാൻഡ് ബ്രേക്ക് അല്ല, ഫുഡ് ബ്രേക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കൈവച്ച് പ്രവർത്തിപ്പിക്കുന്നതല്ല. ഇഗ്നേഷൻ ഉറപ്പായിട്ടും കൈവച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉറപ്പായിട്ടുണ്ട്, വൈപ്പറും ഇഗ്നേഷനും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടുന്ന ആക്സലറേറ്റർ തന്നെയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം 1, 4. 1ഉം 4ഉം വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതൊക്കെ? മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ, അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. തൻ്റെ ഡ്രൈവിങ്ങിലുള്ള അമിത വിശ്വാസം ഉണ്ടാകരുത്. വിശ്വാസം ഉണ്ടാകണം, അമിതമായിട്ടുള്ള വിശ്വാസം ഉണ്ടാകാനായിട്ട് പാടില്ല. ക്ഷമ വേണം, അക്ഷമ അല്ല. ക്ഷമയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഇനി ഡിഫെൻസീവ് ഡ്രൈവിങ് വേണ്ടതാണ്. ഡിഫെൻസീവ് ഡ്രൈവിങ് എന്താണ്? ഡിഫെൻസീവ് ഡ്രൈവിങ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കി എല്ലാ നിയമം അനുസരിച്ച് ഓടിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ എതിരെ വരുന്ന ആളുകൾ അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിച്ചുകൊണ്ട്, ഡിഫെൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം, അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ നമ്മൾ അവരെയും കൂടെ ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുന്നതിനാണ് ഡിഫെൻസീവ് ഡ്രൈവിങ്. അതായത് നമ്മളൊരു വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ബോൾ അങ്ങോട്ട് ഉരുണ്ട് വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഒരു ബോൾ ഉരുണ്ട് വരുന്ന കാണുമ്പോൾ അതിൻ്റെ പുറകെ ഒരു കുട്ടി ഓടി വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ബ്രേക്ക് ചെയ്തൊന്ന് വണ്ടി സ്ലോ ആക്കുന്നതിനെ നമുക്ക് ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഫ്രണ്ടിലൂടെ ഒരു ഡ്രൈവിംഗ് പുതുതായിട്ട് പഠിച്ചു വന്ന ചേച്ചി വെട്ടിച്ച് വരുന്ന സന്ദർഭത്തിൽ അത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വീഴാമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം സ്ലോ ആക്കുകയോ സൈഡിലോട്ട് മാറ്റുകയോ ചെയ്താൽ അതിനെയും ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയാം. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചോദ്യം ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന? താഴെ തന്നിരിക്കുന്നതിൽ എമർജൻസി വാഹനം ഏതാ? സ്റ്റേജ് ഗാരേജ് എമർജൻസി വാഹനമല്ല, സ്കൂൾ ബസ് എമർജൻസി വാഹനമല്ല, ചരക്ക് വാഹന എമർജൻസി വാഹനമല്ല, ആംബുലൻസ്, ഫയർഫോഴ്സ് ഒക്കെ എമർജൻസി വാഹനമായിട്ട് വരും കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ ടെക്നിക്കുകൾ? ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ ടെക്നിക്കുകൾ നമ്മളിപ്പം പറഞ്ഞതാണ് ഡിഫെൻസീവ് ഡ്രൈവിങ്. അതിൻ്റെ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? നമ്മുടെ പുസ്തകത്തിൽ തന്നെ പഠിക്കാനുണ്ട്, ഡ്രൈവിംഗ് റൂളിൽ പഠിക്കാനുണ്ട്. ജഡ്ജിമെൻറ്റ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ ഉറപ്പായിട്ടും ഉണ്ടാകണം. ഈ എസ്കേപ്പ് റൂട്ടാണ് പൊതുവായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ മേലാതെ വരുന്നത്. അപ്പം ജഡ്ജിമെൻറ്റും ആൻറ്റിസിപ്പേഷനും ഓപ്ഷനിൽ കണ്ടാൽ തന്നെ ഇവയെല്ലാമാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് കരുതാം. അപ്പം ഇത് 3ഉം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ 3നെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ സൂചിപ്പിക്കാം. നമ്മൾ പറഞ്ഞ ഡിഫെൻസീവ് ഡ്രൈവിങ്, മറ്റൊരാൾ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി നമ്മൾ ഡിഫെൻസീവായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 1-2 ടെക്നിക്കുകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ജഡ്ജിമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡിലെ സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെ ചലനങ്ങൾ, കാലാവസ്ഥ, ട്രാഫിക് നിയമങ്ങൾ എന്നിവയൊക്കെ വിലയിരുത്തി നമ്മൾ തീരുമാനമെടുത്ത് വാഹനം ഓടിക്കുന്നതിനെയാണ് ജഡ്ജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് ഡ്രൈവർമാർ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ മറ്റ് റോഡിലെ സാഹചര്യങ്ങൾ ഒക്കെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതിനെയാണ് ആൻറ്റിസിപ്പേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാത്തതും പഠിക്കാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണ് എസ്കേപ്പ് റൂട്ട്. എന്താണ് എസ്കേപ്പ് റൂട്ട്? ഒരു അപകടകരമായ സാഹചര്യത്തിൽ നിന്നും സുരക്ഷിതമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാത മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നമ്മൾ വാഹനം ഓടിക്കുന്നതിനെയാണ് നമ്മുടെ ഈ പറയുന്ന എസ്കേപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെട്ടെന്നൊരു വാഹനം നമ്മൾ ഇടിക്കാൻ വന്നാൽ നമ്മുടെ വാഹനം അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ വെട്ടിക്കുമ്പം അത് സുരക്ഷിതമായിട്ട് എങ്ങോട്ട് വെട്ടിക്കണം, ഇടത്തോട്ട് വെട്ടിക്കുന്നതാണോ സേഫ്, വലത്തോട്ട് വെട്ടിക്കുന്നതാണോ സേഫ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതേപോലെ ഒരു എസ്കേപ്പ് റൂട്ട് മുൻകൂട്ടി കാണുന്ന ഒരു സിസ്റ്റത്തിനെയാണ് എസ്കേപ്പ് റൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഹനം എങ്ങോട്ട് മാറ്റിയാലായിരിക്കും കൂടുതൽ അപകടങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് അങ്ങനെ അത് പ്രാവർത്തികമാക്കുന്നതിനെയാണ്, അങ്ങനെ അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ ആ തിരഞ്ഞെടുക്കുന്ന റൂട്ടിനെയാണ് എസ്കേപ്പ് റൂട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇനി അടുത്തത് നമ്മുടെ മോക്ക് ടെസ്റ്റിലെ സ്ഥിരം ക്വസ്റ്റ്യൻ MSM-ഉം BSL-ഉം. MSM എന്നാൽ മിറർ സിഗ്നൽ മാനുവറും, PSL എന്നാൽ പൊസിഷൻ സ്പീഡ് ലുക്കുമാണ്. MSM ഓപ്ഷൻ സി മിറർ സിഗ്നൽ മാനുവർ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ മാനുവർ ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ചുവടെയുള്ള വാക്യത്തിൽ തെറ്റായത് ഏത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹന ചട്ട 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ
ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ, അതായത് ആരെപ്പറ്റിയാണ് പറയുന്നത്? ഗുഡ് സാമരിത്യൻ അല്ലെങ്കിൽ നല്ല ശമരിയക്കാരനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആ ദൗത്യം ചെയ്ത വ്യക്തി ആശുപത്രി ചെലവുകൾ വഹിക്കേണ്ടതില്ല. അതെ, ശരിയായിട്ടുള്ളതാണ്. അത് പുള്ളിയുടെ അവകാശമാണ്. ഒരാളെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ ആ ആശുപത്രിയിലെ ചെലവ് അദ്ദേഹം വഹിക്കേണ്ട കാര്യമില്ല. ആശുപത്രി നടപടിക്രമങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതില്ല. ശരിയാണ്. മറ്റ് ആശുപത്രി നടപടികൾ പുള്ളിക്ക് ബാധകമല്ല. പേരും മേൽവിലാസവും ആശുപത്രി അധികൃതർ നൽകിയിരിക്കണം. നിർബന്ധമുണ്ടോ നൽകണമെന്ന്? നിർബന്ധം ഇല്ല. അപ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എയും ബിയും തെറ്റാന്ന് പറയുന്നു. എയും ബിയും ശരിയായതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ഈ കൃത്യമായിട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? പേരും വിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം എന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ? ആൻസർ സി ആണ് കേട്ടോ. സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് വരുന്നത് 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ വാഹനത്തിൽ ഉള്ള യാത്ര. 3 വയസ്സ് പ്രായമുള്ള കുട്ടി, CMVR എന്നുള്ള ചോദ്യമാണ്. അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല. നമുക്ക് CMVRൽ പറയുന്നുണ്ട് 9 മാസം മുതൽ 3 വയസ്സ് വരെ, അല്ല 4 വയസ്സ് വരെ, 9 മാസം മുതൽ 4 വയസ്സ് വരെയാണെന്ന്. 4 വയസ്സാണ് പറയുന്നത്. നിയമത്തിൽ 4 വയസ്സാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കിക്കോണം കേട്ടോ. 4 വയസ്സാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പം 9 മുതൽ 4 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോകാം, 2 വീലറിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. അപ്പം അനുവദനീയമല്ല എന്ന് പറയുന്നത് തെറ്റാണ്. സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. ശരിയായിട്ടുള്ളതാണ്. സേഫ്റ്റി ഹാർനസ് ഉറപ്പായിട്ട് ഉപയോഗിക്കണം. ഒരു വെസ്റ്റ് ആണല്ലേ, അതിൽ 30 കിലോ വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നൊക്കെ നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി ഹാർനസിൽ കുട്ടിയെ വെക്കണം. അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പരമാവധി 30 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ. 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം, പക്ഷേ മാത്രമേ എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ആ നിയമത്തിൽ പറയുന്നത് 40 കിലോമീറ്റർ, മാക്സിമം 40 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. 40 കിലോമീറ്റർ താഴെ മാത്രമേ സഞ്ചരിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 30 കിലോമീറ്ററിൽ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് പറയുന്നത് തെറ്റാണ്. ബിയും സിയും ശരിയാണെന്ന് പറയുന്നു. സി ഓൾറെഡി തെറ്റാണ്, അതുകൊണ്ട് ഈ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം എന്നതാണ്. അപ്പം 30 കിലോമീറ്റർ 40 കിലോമീറ്റർ എന്നുള്ളത് 30 പഠിച്ചു വെച്ചവർക്ക്, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോൾ 30 തോന്നിയവർക്ക് ഈ 2 ബിയും സിയും എന്നൊരു ഓപ്ഷൻ ശരിയായിട്ട് വരാനായിട്ട് തോന്നാം. ശരിക്കും ബി മാത്രമാണ് സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? റോഡ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യക്തി, അതായത് ഗുഡ് സാമരിറ്റൻ, കേസിൽ വിറ്റ്നസ് ആകണം. ശരിയാണോ? അല്ല, തെറ്റാണ്. കേസിൽ വിറ്റ്നസ് ആകാൻ സാധ്യമല്ല. വിറ്റ്നസ് ആകുന്നതിന് കുഴപ്പമില്ല, പുള്ളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിറ്റ്നസ് ആകാം. അപ്പോൾ ഇതും തെറ്റാണ്. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. അത് ശരിയാണ്. പോലീസ് ആവശ്യപ്പെട്ടാൽ വിറ്റ്നസ് ആകണം. അത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്. സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും ഗുഡ് സാമരിറ്റിന് അവകാശമുണ്ട്. ഇനി അടുത്ത മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത്. എല്ലാവർക്കും അറിയാം, ക്യാമറ വെച്ചൊക്കെ പിഴ ലഭിക്കുമ്പോൾ നമ്മൾ ഈ ചെല്ലാൻ വഴിയാണ്, ഈ ചെല്ലാൻ മുഖേനയാണ് ആ പെറ്റി അടയ്ക്കുന്നത്. അപ്പോൾ ഈ ചെല്ലാനാണ് ശരിയായിട്ടുള്ള ആൻസർ. വാഹനത്തിൻ്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരൊക്കെയാണ്? പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പായിട്ടുമുണ്ട്. പോലീസ് ഓഫീസർക്ക് പിടിച്ചെടുക്കാൻ നമ്മുടെ 208 രേഖകൾ പിടിച്ചെടുക്കാൻ, വാഹനം പിടിച്ചെടുക്കാൻ പോലീസ് ഓഫീസർക്ക്, അതാണ് പറയുന്നത്. അതുകൂടാതെ AMVI അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അയാൾക്കും സാധിക്കും. ഇനി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥർ, അവർക്കും സാധിക്കും. നമ്മുടെ 207 പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സർക്കാർ അതിനുവേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥനോ ഒരു വാഹനത്തിൻ്റെ രേഖ പിടിച്ചെടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടും ഉറപ്പായിട്ടും ആ ഒരു 207 തന്നെ പറയുന്നുണ്ട്. അതുകൂടാതെ AMVIക്കും പറ്റും. ഈ 2 ഓപ്ഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്ക് എയും ബിയും സിയും എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 100ന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എയും ബിയും സിയും, പോലീസ് ഉദ്യോഗസ്ഥനും AMVIക്കും സർക്കാർ നിയോഗിച്ചിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും സാധിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. കാരണം കൂടുതൽ ചോദ്യങ്ങളും പുതിയ ചോദ്യങ്ങളായിരുന്നു. പരിമിതമായ അറിവിൽ നിന്നുണ്ടാക്കിയ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം തെറ്റുകൾ സംഭവിക്കാൻ സ്വാഭാവികം. എവിടെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.